ക്വസ്റ്റ്യൻസ്? നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് 2 ക്വസ്റ്റ്യൻസ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഉള്ള നോട്ട് തന്നെയാണ്. നമ്മൾ ഇവിടെ വരെയാണ് പറഞ്ഞു പോയത് അല്ലേ? ഈ സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കുന്ന പറഞ്ഞു പോയി. പിന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷനെ കുറിച്ച് പറഞ്ഞു, വാല്യുവേഷനെ കുറിച്ച് പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാക്യം കഴിയുന്നുണ്ടാവും. എ പ്രോപ്പർട്ടി ഫെസ്റ്റ് എ നെറ്റ് ആനുവൽ ഇൻകം ഓഫ് ₹900 ഡിഡക്ടിങ് ഓൾ ഔട്ട് ഗോയിങ്. വർക്ക് ഔട്ട് ദി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% per annum. ഇത് ഞാൻ എഴുതി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഫോർമുലയാണ്. എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്? വാല്യൂ എന്ന് പറഞ്ഞത് എന്താണ്? അതിന് നമ്മൾ 1 രൂപ കിട്ടണമെങ്കിൽ എത്ര രൂപ നമ്മൾ എന്നുള്ളതാണ് പർച്ചേസ്. അത് മൾട്ടിപ്പിൾ നെറ്റ് ഇൻകം ആണ് നമ്മളുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഈ നെറ്റ് ഇൻകം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ബാങ്ക് ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് നിയർ ബൈ ബാങ്ക് ഈസ് 6%. ഇയേഴ്സ് പർച്ചേസ് ഇസിക്കൽ ടു 100/6 ആണ് വരിക. 16.66, അതായത് 16.66 നമ്മൾ ഒരു കൊല്ലം നമ്മൾ ആ പർട്ടിക്കുലർ നമ്മൾ ചെയ്താൽ നമുക്ക് 1 രൂപ കിട്ടും നമുക്ക്. അപ്പൊ അതാണ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇയേഴ്സ് പർച്ചേസിന് എന്തുകൊണ്ട് ചെയ്യാൻ നെറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യാപിറ്റലൈസ് കിട്ടും. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് നെറ്റ് ആനുവൽ ഇൻകം ₹900 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 900 rupees മൾട്ടിപ്ലൈഡ് ബൈ 16.66, അതായത് 15,000 രൂപയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അതായത് ഈ 15,000 രൂപ നമുക്ക് ഈ ബിൽഡിങ്ങിന് സെയിം നെറ്റ് ഇൻകം ഇൻട്രസ്റ്റ് ആയിട്ട്. ഇത് മനസ്സിലായി എന്റെ കൺസെപ്റ്റ്? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ ഗൂഗിൾ ഗൂഗിൾ അല്ലേ? നിങ്ങളൊക്കെ ലെഫ്റ്റ് ഉണ്ടോ? എന്താ സാർ ഉണ്ട്. സാർ പറഞ്ഞ ക്ലിയർ ആയിട്ടില്ല. അത് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കൂടി ചോദിക്കാണ്. ഇതിനകത്ത് കൺഫ്യൂഷൻ എന്താ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല. സാറ് പറഞ്ഞ ഓഡിയോ ക്ലിയർ ആയിട്ടില്ല. ബ്രേക്ക് ആണ്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാൻ എന്റെ ഓഡിയോ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യണം. ക്യാപിറ്റൽ വാല്യൂ ആണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് 6% വാങ്ങും. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു കൊല്ലം ₹900 നമുക്ക് ഇൻകം ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലെ ഇന്നർ മീനിങ് ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മൾ ബാങ്കിൽ 6% ഇൻട്രസ്റ്റിൽ നമ്മൾ ബാങ്കിൽ ഇട്ടാൽ നമുക്ക് ₹900 കിട്ടും ഇൻട്രസ്റ്റ് ആയിട്ട് ആനുവലി. അതാണ് നമ്മുടെ ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് നമ്മൾ ബാങ്കിൽ ഇടുന്നത് ആ എമൗണ്ട് കൊണ്ട് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു ഇൻകം കിട്ടും. അത് രണ്ട് സെയിം ആണെന്ന് നോക്കലാണ് ഇതിന്റെ ഇന്നർ മീനിങ് ശരി. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓൾറെഡി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനകത്ത് ₹900 നെറ്റ് ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് പറയുന്നത്. ആ നെറ്റ് ഇൻകം അതേ ₹900 കിട്ടണമെങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണമായിരുന്നു എന്നതാണ് ചോദ്യം. അതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എന്റെ കോൺസെപ്റ്റ്. മനസ്സിലായോ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്താണെന്നുള്ളത്? ഗൂഗിൾ രാജ്
പറയുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യ വേഗം, എന്നാലേ നമുക്ക്. സാർ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേട്ടു, പക്ഷെ ചിലപ്പോ കട്ടായി പോകുന്ന കാരണം ഒന്നും കേൾക്കുന്നില്ല. വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ സാർ കേൾക്കാം. അതായത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്ന കാണുന്ന ചെയ്യല്ലോ അല്ലെ? ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതായത് 900 റുപ്പീസ് ആണ് നമ്മളൊരു ബിൽഡിംഗിൽ നിന്ന് നമുക്ക് നെറ്റ് ഇൻകം കിട്ടുന്നത്. അപ്പൊ അതിന് ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ എത്ര രൂപ നമ്മൾ ചെലവാക്കി, ഒരു പക്ഷേ അത് 10,000 റുപ്പീസോ അല്ലെങ്കിൽ 12,000 റുപ്പീസോ ആയിരിക്കും. നമ്മൾ ആ ബിൽഡിങ്ങിന് നമുക്ക് ഓരോ കൊല്ലം 900 റുപ്പീസ് നെറ്റ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാക്കിയ തുക 12,000 ഒക്കെ ആയിരിക്കാം. അതൊന്നും പറയുന്നില്ല. ഇവർ ചോദിക്കുന്നത് ഇതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്താണ്. ഈ ഇതേ ഇൻകം നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ എത്ര രൂപ നമ്മൾ ബാങ്കിൽ ഇടണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ 6% ഇൻട്രസ്റ്റ് ബാങ്കിൽ നിന്ന് തരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയേഴ്സ് പർച്ചേസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി 100/6 എന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് 16.66 കിട്ടും. അതായത് 16.66 ബാങ്കിൽ അത്രയും 16.66 റുപ്പീസ് ബാങ്കിൽ ഇട്ടാൽ നമുക്ക് 1 രൂപ നമുക്ക് അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്ന പ്രോപ്പർട്ടിയുടെ നെറ്റ് ഇൻകത്തിനെ നമ്മൾ ഈ 16.66 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും. അതാണ് 15,000 റുപ്പീസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഈ 15,000 റുപ്പീസ് നമ്മൾ ബാങ്കിൽ നമ്മൾ സേവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ 900 റുപ്പീസ് നമുക്ക് കിട്ടും. മനസ്സിലായോ? അതായത് ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആ റെസ്പോണ്ട് ചെയ്യും. ഇതിന്റെ കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ്. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മനസ്സിലായി എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്? കുറെയൊക്കെ മനസ്സിലായി. അതാ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇനി പിന്നെ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിലെ റെന്റ് നമുക്ക് നെറ്റ് ഇൻകം കിട്ടുമല്ലോ. അതാണ് 900 റുപ്പീസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അത് നമ്മൾക്ക് ഓരോ കൊല്ലം കിട്ടുന്ന വരുമാനമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ബിൽഡിംഗ് പണിയാൻ നമ്മൾ ചെലവിട്ട തുകയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതേ ഇൻകം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ, അതായത് ബാങ്ക് നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. ഇതേ ഇൻകം നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപ ബാങ്കിൽ ഇടണമായിരുന്നു എന്നാണ് നമ്മളുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകാതിട്ടുണ്ടോ? റെസ്പോണ്ട് ചെയ്യ്. മനസ്സിലായോന്ന്? മനസ്സിലായി. ഓക്കെ. അപ്പൊ അതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നുള്ള കാര്യം. അത് നെറ്റ് ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇയേഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 100 ഡിവൈഡ് ബൈ നമ്മൾ ബാങ്കിൽ നിന്ന് ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്താൽ ഇയേഴ്സ് പർച്ചേസ് കിട്ടി. ഈ 16.66 ആണ് ഇയേഴ്സ് പർച്ചേസ്. ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് നമ്മൾ 16 രൂപ നമ്മൾ 66 പൈസ നമ്മൾ 6% ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്കിൽ ഇട്ടാൽ നമുക്ക് 1 രൂപ പലിശ കിട്ടും. അപ്പൊ ഈ ഇയേഴ്സ് പർച്ചേസിനെ നമുക്ക് നമ്മുടെ നെറ്റ് ഇൻകം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടും. ഇതാണ് ശരിക്കും നമ്മുടെ ബിൽഡിങ്ങിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും തുക നിക്ഷേപിക്കണമായിരുന്നു നമുക്ക് ഈ 900 റുപ്പീസ് നെറ്റ് ഇൻകം ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ. അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ വാല്യൂ ആണ് ശരിക്കും ഇത്. മനസ്സിലായോ? അപ്പൊ ആ ബിൽഡിംഗ് നമ്മൾ വിറ്റാൽ നമ്മൾ ഇത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാം എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഇതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്യാപിറ്റലൈസ്ഡ് വാല്യൂയുടെ കൺസെപ്റ്റ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ 3-story ബിൽഡിംഗ് ഈസ് സ്റ്റാൻഡിംഗ് ഓൺ എ പ്ലോട്ട് ഓഫ് ലാൻഡ് മെഷറിംഗ് 800 മീറ്റർ സ്ക്വയർ. ഇതിനകത്ത് ലാൻഡിന്റെ കാര്യം പറയുന്നുണ്ട്. ദ പ്ലിന്ത് ഏരിയ ഓഫ് ഈച്ച് സ്റ്റോറി ഈസ് 400 മീറ്റർ സ്ക്വയർ. അപ്പൊ 3-story ബിൽഡിംഗ് ആണ്, 400 മീറ്റർ സ്ക്വയർ ആണ് ഈച്ച് സ്റ്റോറിയുടെ പ്ലിന്ത് ഏരിയ. അപ്പൊ ടോട്ടൽ പ്ലിന്ത് ഏരിയ എന്ത് വരും? 400 ഡിവൈഡ് ബൈ 3 ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റോറീസ്, അത് 3. 400 ഇൻറ്റു 3 1200 മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ടോട്ടൽ പ്ലിന്ത് ഏരിയ.
ബിൽഡിംഗ് ഇസ് RCC framed and further life may be taken as 70 years. ഇത് 70 കൊല്ലാണ് നമ്മളുടെ ബിൽഡിങ്ങിന്റെ ആയുസ് എന്ന് പറയുന്നത്. The building fetches a gross income of 1,500 rupees per month. അതായത് നമ്മൾ ഈ ബിൽഡിംഗ് നമ്മൾ റെന്റ് ഔട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഇൻകം ആയിട്ട് 1,500 വെച്ച് കിട്ടും. പക്ഷെ അതിനകത്ത് കുറച്ച് ഔട്ട് ഗോയിങ്സ് ഉണ്ടാവും. എന്തൊക്കെയാണ് ഔട്ട് ഗോയിങ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതല്ല നെറ്റ് ഇൻകം അല്ല, ഗ്രോസ് ഇൻകം ആണ് പറയുന്നത്. അത് മൊത്തം കിട്ടുന്ന വരുമാനം. നമ്മൾ നെറ്റ് ഇതിനകത്ത് കുറെ ഡിറക്ഷൻസ് ഒന്നും കൂട്ടുന്നില്ല. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ വർക്ക് ഔട്ട് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഓൺ ദ ബേസ് ഓഫ് 6% ഇൻട്രസ്റ്റ്. അതായത് നമുക്കിപ്പോ ഇതേ നമ്മൾ ചെലവാക്കിയ തുക നമ്മൾ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ 6% ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ സിങ്കിങ് നെറ്റ് yield ഫണ്ട് 3% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മേ ബി അസ്യൂം. അതായത് സിങ്കിങ് ഫണ്ട് ഉണ്ട്. അതായത് നമ്മൾ ഈ 70 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബിൽഡിംഗ് നമുക്ക് പൊളിച്ച് പുതിയ ബിൽഡിംഗ് പണിയണം. കാര്യം നമ്മുടെ നെറ്റ് ഇൻകം നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണമല്ലോ. 70 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഇൻകം കിട്ടണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 70 years കൊണ്ട് നമ്മൾ കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കണം. അത് എത്രയാണ്? 3% ആണ് ആ സേവിങ്സിന് നമുക്ക് കിട്ടുക. ഓരോ കൊല്ലം നമ്മൾ സേവ് ചെയ്യുന്നതിന് 3% ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓരോ കൊല്ലം നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട പൈസ. പിന്നെ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ലാൻഡ് ഇസ് ടേക്കൺ ആസ് 40 per meter square. അത് കോസ്റ്റ് ഏരിയ പറഞ്ഞിട്ടുണ്ട് 800 meter square ആണ്. കോസ്റ്റ് ഓഫ് ലാൻഡ് 40 per meter square ആണ് പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽസ് മേ ബി അസ്യൂം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. എഴുതി നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. നോക്കാം. കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കി. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നെറ്റ് ഇൻകം കണ്ടുപിടിക്കണം അല്ലെ? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാവും. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കണം, നെറ്റ് ഇൻകം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ അതാണ് സെയിം കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നെറ്റ് ഇൻകം എന്തൊക്കെയാണ് വരിക? നെറ്റ് ഇൻകത്തിനകത്ത് ഇവർ പറയുന്ന അതർ ഡീറ്റെയിൽസ് മേ ബി അസ്യൂംഡ് എന്നാണ്. അപ്പൊ ഈ അതർ ഡീറ്റെയിൽസ് ഒരുപാട് ടാക്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ടാക്സ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും ഓരോ ടാക്സ് എന്തൊക്കെയാണ്. അപ്പൊ തൽക്കാലം നമുക്ക് ഓരോന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അസ്യൂം ചെയ്തിരിക്കുകയാണ്. അതായത് റിപ്പയർ കോസ്റ്റ് വരും, കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ എഴുതുകയാണെന്ന് വെച്ചാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കണം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഇൻകം മൾട്ടിപ്ലൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ് ആണ്. അപ്പൊ ഇയേഴ്സ് പർച്ചേസ് എന്താണ്? നമ്മൾ ബാങ്കിൽ നമ്മൾ ഇടുമ്പോൾ കിട്ടുന്ന തുക. അതായത് നമുക്ക് ബാങ്കിൽ 6% ഇൻട്രസ്റ്റ് ആണ് അവർ തരുന്നത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂന്റെ ഇയേഴ്സ് പർച്ചേസിന്റെ 6% ആണ് തരുന്നത്. അപ്പൊ ഇയേഴ്സ് പർച്ചേസ് എന്തായിരിക്കും? ഇയേഴ്സ് പർച്ചേസ് ഈക്വൽ ടു 100/6. അത് പഴയതുപോലെ തന്നെ 16.6 ആണ് തന്നെ വരും. അതായത് 16 രൂപ 67 പൈസ നമ്മൾ ഒരു കൊല്ലം ഇട്ടാൽ നമുക്ക് 1 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പൊ നമുക്ക് ഗ്രോസ് ഇൻകം അറിയാം. ഗ്രോസ് ഇൻകം, നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഇൻകം ഈക്വൽ ടു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ്. അപ്പൊ ഇതാണ് നമ്മളുടെ നെറ്റ് ഇൻകം. അതായത് ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ്. ഗ്രോസ് ഇൻകം ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1,500 rupees പെർ മന്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ പറഞ്ഞിരിക്കുന്ന ആനുവൽ ബേസിലാണ്. 6% ആണ് നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 1,500 പെർ മന്തിനെ എന്ത് ചെയ്യണം? നമ്മൾ പെർ ഇയർ ആക്കി മാറ്റണം. അപ്പൊ ഈ ഗ്രോസ് ഇൻകം കിട്ടുന്നത് എന്ത് വരും? 1,500 മൾട്ടിപ്ലൈഡ് ബൈ 12 പറഞ്ഞു വരും അല്ലെ? എത്ര വരിക? 18,000 രൂപയാണ് നമ്മളുടെ ഒരു കൊല്ലത്തെ ഗ്രോസ് ഇൻകം. 18,000 rupees ആണ് ഗ്രോസ് ഇൻകം വരിക. മനസ്സിലായല്ലോ? നമ്മളുടെ ഗ്രോസ് ഇൻകം പെർ മന്ത് ആണ് 1,500 തന്നിരിക്കുന്നത്. അതിനെ 12 മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു പെർ ആനം ആയിരിക്കും. ഗ്രോസ് ഇൻകം പെർ ആനം 18,000 rupees. ഇനി ഔട്ട് ഗോയിങ്സ് കണ്ടുപിടിക്കണം നെറ്റ് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഔട്ട് ഗോയിങ്സിൽ കുറെ ഔട്ട് ഗോയിങ്സ് ഉണ്ടാവും.
ഫസ്റ്റ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫസ്റ്റ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എടുക്കേണ്ടത്? ഫസ്റ്റ് ഔട്ട് ഗോയിങ് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആകെ സിങ്കിങ് ഫണ്ടിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല നമ്മൾ ഔട്ട് ഗോയിങ്. നമുക്ക് മെയിൻ്റെനൻസ് ഉണ്ടാവും, പിന്നെ റിപ്പയർ ഉണ്ടാവും, മുനിസിപ്പൽ ടാക്സ് ഉണ്ടാവും, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, പിന്നെ മാനേജ്മെന്റ് ചാർജസ് ഉണ്ടാവും. അതായത് ഈ സെക്യൂരിറ്റി പേഴ്സണിന് കൊടുക്കേണ്ട മാനേജ്മെന്റ് ചാർജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മിസലേനിയസ് ആയിട്ട് കുറച്ച് ചാർജുകൾ. അപ്പൊ ഇത്രയും ചാർജുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യണം. ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു പക്ഷേ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ എന്തൊക്കെയാണ് ഔട്ട് ഗോയിങ്സ് വരാൻ സാധ്യതയുള്ളതെന്നൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം. തൽക്കാലം നമുക്ക് ഇവിടെ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഫോർ റിപ്പയർ ആണ്. കോസ്റ്റ് ഫോർ റിപ്പയർ എത്ര വരും നോക്കിയാൽ ഏകദേശം 1/12 ഓഫ് ഗ്രോസ് ഇൻകം ആണ് വരിക. അതായത് ഈ എന്താ ഈ 1/12ന്റെ കൃഷി? നിങ്ങൾ പലപ്പോഴും വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒക്കെ നിങ്ങൾ റെന്റിന് എടുക്കുമ്പോൾ അവര് നമ്മളുടെ ഇന്ന് സെക്യൂരിറ്റി വാങ്ങാം തുടക്കത്തിൽ. ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപ സെക്യൂരിറ്റി വരും. എന്നിട്ട് നമ്മൾ ഒരു 1 ഇയർ കോൺട്രാക്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യും? അവർ ശരിക്കും അതിനകത്ത് ഒരു മാസത്തെ റെന്റ് അതിനകത്ത് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് 10,000 ആണ് ഒരു മാസത്തെ റെന്റ് വിചാരിക്കാം. ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിരുന്ന 10,000 കുറയ്ക്കും. 90,000 നമുക്ക് തിരിച്ചു തരുള്ളൂ. കാര്യം അവർ പറയുന്നത് അതിൽ ഒരു മാസത്തെ റെന്റ് അവരെന്ത് ചെയ്യും? ഈ റിപ്പയറിന് വേണ്ടിയിട്ടും പെയിന്റിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അപ്പൊ അതാണ് നമ്മൾ എല്ലാ സമയത്തും 1/12 ഗ്രോസ് ഇൻകം നമ്മൾ കുറയ്ക്കുന്നത്. അപ്പൊ അതൊരു നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു ചെലവാണ്. അപ്പം സെക്യൂരിറ്റി വാങ്ങാത്ത അവസരങ്ങളിൽ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കോസ്റ്റ് ഫോർ റിപ്പയർ എന്ന് പറഞ്ഞാൽ 1/12 ഓഫ് ഗ്രോസ് ഇൻകം നമ്മൾ കുറയ്ക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ചെലവ് എന്താണ് വരിക? ഗ്രോസ് ഇൻകം കഴിഞ്ഞാൽ അത് എത്ര രൂപ? 1/12 ഓഫ് ഗ്രോസ് ഇൻകം 18,000 റുപ്പീസ് ആണ്. 18,000 1/12 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1,500 വരും. അപ്പൊ ഓരോ കൊല്ലം നമ്മൾ 1,500 രൂപ വെച്ച് നമ്മൾ റിപ്പയറിന് വേണ്ടി മാറ്റി വെക്കണം. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് കോസ്റ്റ് എന്താണ് വരിക നോക്കിയേ? മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞായിരിക്കും വരിക. ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് മുനിസിപ്പൽ ടാക്സ് ആണ് വരിക. മുനിസിപ്പൽ ടാക്സ് എന്ത് വരും? 20% ആണ് ഓഫ് ഗ്രോസ് ഇൻകം ആണ് മുനിസിപ്പൽ ടാക്സ് വരിക. ഇതൊക്കെ അസംഷൻ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഓരോ ടാക്സ്, ഓരോ ഔട്ട് ഗോയിങ് എന്തായിരിക്കും, ഓരോന്നിന്റെ വാല്യൂ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ മുനിസിപ്പൽ ടാക്സ് 20% ഗ്രോസ് ഇൻകം എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് 20/100 ഇൻറ്റു ഗ്രോസ് ഇൻകം 18,000 എന്ത് വരും? ₹3,600 വരും. അതായത് രണ്ട് ഔട്ട് ഗോയിങ്സ് കിട്ടി. കോസ്റ്റ് ഓഫ് റിപ്പയറിന് 1,500, പിന്നെ മുനിസിപ്പൽ ടാക്സ് 3,600. പിന്നെ നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്നാണ് നമ്മുടെ ഔട്ട് ഗോയിങ് ആണിത്. ഇനി വേറെ കാര്യങ്ങളുണ്ട്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഔട്ട് ഗോയിങ് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ടാക്സ് ആണ്. അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല, മുനിസിപ്പലിറ്റി ടാക്സ് 20% ആണ്, അത് 3,600 വരും. പിന്നെ കോസ്റ്റ് ഓഫ് റിപ്പയർ 1/12 ഒരു മാസത്തെ റെന്റ്, അതായത് 1,500 നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് റിപ്പയറിന് വേണ്ടി മാറ്റും. പിന്നെ നെക്സ്റ്റ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ് ആണ്. അത് എത്രയാണ്? 5% ഓഫ് ഗ്രോസ് ഇൻകം ആണ്. 5/100 ഇൻറ്റു 18,000 എന്ത് കിട്ടും? 90 ഇൻറ്റു 5 900 റുപ്പീസ് ആണ് കിട്ടുക. ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി ടാക്സ്. ഒരു കൊല്ലം നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് 900 റുപ്പീസ് ആണ്. പിന്നെ നെക്സ്റ്റ് 3 ഔട്ട് ഗോയിങ് കിട്ടി. നാലാമത്തെ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? 0.5% ആണ്. 5% അല്ല, 0.5% ഓഫ് ഗ്രോസ് ഇൻകം. ഇതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുക ഓരോ ഔട്ട് ഗോയിങ് എന്താണെന്ന്. ഇതിപ്പോ ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് നമ്മൾ വരാൻ സാധ്യതയുള്ള എല്ലാം നമ്മൾ കൂട്ടുകയാണ്. 1/5/100 ഇൻറ്റു 18,000 എന്ത് വരും? 90 റുപ്പീസ് ആണ് വരിക, അല്ലെ? ₹90 വരും. അതായത് 90 രൂപ ഒരു കൊല്ലം നമ്മൾ ഇൻഷുറൻസ് വേണ്ടി മാറ്റി വെക്കും. പിന്നെ നെക്സ്റ്റ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ചാർജസ് ആണ്. മാനേജ്മെന്റ് ചാർജസ് അതായത് ഈ സെക്യൂരിറ്റി അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്ക് കൊടുക്കാൻ, പിന്നെ അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്ക് കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ചാർജസ് എത്രയാണ് വരിക? ഏകദേശം ഒരു 6% ഓഫ് ഗ്രോസ് ഇൻകം നോക്കാം. 6/100 മൾട്ടിപ്ലൈഡ് ബൈ 18,000 എന്ത് വരും? ആൻസർ
റുപ്പീസ് 80 into 6 1080 വരും അല്ലേ? ഞാൻ സ്പീഡിൽ പോകാൻ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി. ഞാൻ സ്ക്രീനിൽ നോക്കി വായിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ എഴുതുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഇതിന്റെ നോട്ട്സ് വായിക്കുമ്പോൾ തന്നെ ഐഡിയ കിട്ടിയാൽ മതി. അപ്പൊ മാനേജ്മെന്റ് ചാർജ് 5 ഔട്ട് ഗോയിങ്സ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് കോസ്റ്റ് ഓഫ് റിപ്പയർ, കോസ്റ്റ് ഓഫ് റിപ്പയർ, പിന്നെ മുനിസിപ്പൽ ടാക്സ്, പിന്നെ പ്രോപ്പർട്ടി ടാക്സ്, ഇൻഷുറൻസ്, മാനേജ്മെന്റ് ചാർജസ്. പിന്നെയുള്ള നെക്സ്റ്റ് ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് മിസലേനിയസ് ആയിട്ട് എന്തെങ്കിലും ഔട്ട് ഗോയിങ് ആയിരിക്കും. എന്തെങ്കിലും എന്താ പറയാ, ഒരു മിസലേനിയസ് ആയിട്ട് പറയാം, എന്തെങ്കിലും നമ്മൾ ഫിറ്റിങ്സ് നടത്തുമോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും നടത്തുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ചെറിയ ടൈല് മാറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മിസലേനിയസ് എന്ന് പറയുന്നത്. മിസലേനിയസ് ചാർജസ് എപ്പോഴും നമ്മളൊരു 2% ഓഫ് ഗ്രോസ് ഇൻകം ആണ് എടുക്കുക. 18,000 ആണ് നമ്മുടെ ഗ്രോസ് ഇൻകം. ഇത് എല്ലാം ആനുവലി ആണ് കേട്ടോ വരിക എല്ലാം. കാര്യം എന്താണ്, നമ്മളെല്ലാം ആനുവലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മന്ത്ലി അല്ല. എന്ത് കിട്ടും? നമ്മളുടെ മിസലേനിയസ് ചാർജ് എന്ന് പറയുന്നത് ₹360 കിട്ടും. അപ്പൊ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയാത്തായിട്ടുള്ള ഔട്ട് ഗോയിങ്സ്. എന്തൊക്കെയാണ് നോക്കാം. കോസ്റ്റ് ഫോർ റിപ്പയർ, മുനിസിപ്പൽ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഇൻഷുറൻസ്, മാനേജ്മെന്റ് ചാർജ്, മിസലേനിയസ് ചാർജ്. ഇത്രയും വന്നു. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഔട്ട് ഗോയിങ് ഉണ്ട്. അതെന്താണെന്നറിയാം? നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സിങ്കിങ് ഫണ്ട് ആണ്. അത് സിങ്കിങ് ഫണ്ട് നമ്മൾ ഔട്ട് ഗോയിങ് ആയിട്ട് മാറ്റി വെക്കണം. അതായത് ഓരോ കൊല്ലം നമ്മൾ മാറ്റി വെക്കുന്ന തുക 70 years കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യേണ്ട തുകയാണ് സിങ്കിങ് ഫണ്ട്. ഓരോ കൊല്ലം നമ്മൾ ഇത്ര എമൗണ്ട് വെച്ച് നമ്മൾ സേവ് ചെയ്യും. 3% ഇൻട്രസ്റ്റിന് സേവ് ചെയ്ത് വെക്കും. 70 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ബിൽഡിംഗ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു ഔട്ട് ഗോയിങ് ആണ്. അതിനെ നമ്മൾ നെക്സ്റ്റ് ഔട്ട് ഗോയിങ് ആയിട്ട് എടുക്കാം. സിങ്കിങ് ഫണ്ട് എന്ന് പറയും. സിങ്കിങ് ഫണ്ട് എന്ന് എഴുതുക. സിങ്കിങ് ഫണ്ട് എന്താണ് ഇക്വേഷൻ വരിക? S/I by 1 + I raised to n - 1. ഇപ്പൊ S എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. ഇത് ഗ്രോസ് ഇൻകം അല്ല. നമ്മളുടെ S എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് S. അപ്പൊ അതൊരിക്കലും നിങ്ങൾ ഗ്രോസ് ഇൻകം ആയിട്ട് എടുക്കരുത്. നമ്മൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന എമൗണ്ട് ആണ്. അപ്പൊ എന്താണ് വരിക? ഏകദേശം നമ്മൾ ഈ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കോ. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ലാൻഡ് ഈസ് 40 per meter square ആണ്. അത് നമ്മൾ എടുക്കണ്ട. കാര്യം എന്താണ്? അത് കോസ്റ്റ് ഓഫ് ലാൻഡ് ആണ്, കൺസ്ട്രക്ഷനുള്ള കാസ്റ്റ്. നമ്മൾ ഈ ലാൻഡ് നമ്മുടെ തന്നെ ഉണ്ടാവും 70 years കഴിഞ്ഞാൽ. പക്ഷെ ബിൽഡിംഗ് ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് നമ്മളുടെ സിങ്കിങ് ഫണ്ടിലെ പ്രിൻസിപ്പൾ ആയിട്ട്, അതായത് S ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മുടെ ടോട്ടൽ സ്റ്റോറി നമ്മൾ കാൽക്കുലേറ്റ് ഉണ്ടായിരുന്നു അല്ലേ? 3 സ്റ്റോറിയിലാണ്. ഓരോ സ്റ്റോറി 400 ആണ്. അപ്പൊ റേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പെർ സ്റ്റോറി പെർ മീറ്റർ സ്ക്വയർ അത് തൽക്കാലം നമ്മൾ 150 ആയിട്ട് അസ്യൂം ചെയ്യാം. റേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇതൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. റേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പെർ മീറ്റർ സ്ക്വയർ ഒരു ഇത്രയും നല്ലത്. ഇത് പഴയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്ര ചെറിയ വാല്യൂസ് ഒക്കെ വരുന്നത്. ഈ റേറ്റ് പെർ മീറ്റർ സ്ക്വയർ ഇപ്പോൾ റേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മിനിമം 15,000 എങ്കിലും വരും. 150 ഒക്കെ ഇത് 10-70 കൊല്ലം മുന്നേയുള്ള ബുക്ക് എന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പെർ മീറ്റർ സ്ക്വയർ 150 വെച്ചെടുക്കുക. ടോട്ടൽ പ്ലിന്ത് ഏരിയ എന്താണ് നമുക്ക് കിട്ടിയത്? പ്ലിന്ത് ഏരിയ നമുക്ക് 3 സ്റ്റോറിയാണ് ഉള്ളത്. ഓരോ സ്റ്റോറിയും 400 മീറ്റർ സ്ക്വയർ ആണ്. ടോട്ടൽ 1200 മീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ ടോട്ടൽ പ്ലിന്ത് ഏരിയ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു മീറ്റർ സ്ക്വയറിന് 150 വെച്ച് എഴുതാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ 150 rupees per meter square multiplied by ടോട്ടൽ 1200 മീറ്റർ സ്ക്വയർ ആണ്. 1200 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18,000 rupees ആണ് നമുക്ക് കിട്ടുക. നമ്മളുടെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെ? ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അസ്യൂം ചെയ്യുക. 18,000 rupees. ഇത്ര ആയിരിക്കില്ല, നല്ല എമൗണ്ട് ഉണ്ടാകും. കാര്യം ഇത് നമ്മുടെ ഗ്രോസ് ഇൻകത്തിനോട് അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു റേറ്റ് വേണമെങ്കിൽ നമുക്കൊരു 1,500
1500 ഇടാം ആണെങ്കിൽ റേറ്റ് 1500 പെർ സ്ക്വയർ മീറ്റർ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്തൊരും 1,80,000 കുറച്ചും കൂടി എന്താണ് ബിലീവ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ 1,80,000 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എസ്, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇത് നിങ്ങൾ അസ്യൂം ചെയ്താണ് 1,000 മീറ്റർ സ്ക്വയർ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കുക. സിങ്കിങ് ഫണ്ട് ഈക്വൽ ടു എസ് ഇൻറ്റു ഐ ബൈ 1 + i⁻n−1. അപ്പം 1,80,000 ഇൻറ്റു ഐ, നമ്മളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3% ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സിങ്കിങ് ഫണ്ടിന് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3% ആണ്. മൾട്ടിപ്ലൈഡ് ബൈ 1.03 നമ്മളുടെ ഇതിന്റെ ലൈഫ് സ്പാൻ എത്രയാ, 70 ഇയേഴ്സ് ആണ്, -1. ഇതാണ് നമ്മളുടെ സിങ്കിങ് ഫണ്ട് കിട്ടുക. അപ്പൊ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7,500 റുപ്പീസ് കിട്ടും. 7,500. ഇതാണ് നമ്മളുടെ സിങ്കിങ് ഫണ്ട്. എത്രയാ വരിക മനസ്സിലാക്കുക. 7,500 ആണ് നമ്മളൊരു ടോട്ടൽ നമ്മൾ മാറ്റി വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ടോട്ടൽ ഔട്ട് ഗോയിങ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ടോട്ടൽ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ ആദ്യം എടുത്ത കോസ്റ്റ് ഓഫ് റിപ്പയർ 1,500, മുനിസിപ്പൽ ടാക്സ് 3,200, പ്രോപ്പർട്ടി ടാക്സ് 900, പിന്നെ ഇൻഷുറൻസ് 90, മാനേജ്മെന്റ് ചാർജ് 1,080, പിന്നെ ഉള്ളത് ഒരു മിസ്സലേനിയസ് ചാർജസ് നമ്മളൊരു 360, പിന്നെ ഉള്ളത് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് നമുക്ക് കിട്ടിയത് 7,500. അപ്പൊ എല്ലാം കൂടി എത്ര വരും നോക്കിയേ. ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എന്ത് വരും? 1,500 കോസ്റ്റ് ഓഫ് റിപ്പയർ പ്ലസ് 3,600 പ്ലസ് 900 പ്ലസ് 90 പ്ലസ് 1,080 പ്ലസ് 7,500. ഇത്രയാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇത് വരിക. അത് ഏകദേശം എത്ര വരും? ടോട്ടൽ ഔട്ട് ഗോയിങ് കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ. ടോട്ടൽ ഔട്ട് ഗോയിങ് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത് മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എടുത്തതെന്നുള്ളത്? ആർക്കെങ്കിലും മനസ്സിലാവത്തുണ്ടോ? എന്തെങ്കിലും എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. സാന്ദ്ര ഉണ്ടോ? സാന്ദ്ര മനസ്സിലായി എങ്ങനെ ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എടുത്തെന്നുള്ളത്? ടോട്ടൽ ഔട്ട് ഗോയിങ് എടുത്ത് എങ്ങനെയാന്ന് മനസ്സിലായോ? കുഴപ്പമില്ല. നെറ്റ് കട്ടായല്ലേ? പകുതിക്ക് വെച്ച് നെറ്റ് കട്ടായല്ലേ? ഓക്കെ. ബാക്കി വേറെ ആരെങ്കിലും പറയോ? നെറ്റ് ഉണ്ടായിരുന്നവര്, ക്ലാസ് കേട്ടോണ്ടിരുന്നവര്? അഭിനവ് പറയാവോ എങ്ങനെ ഉണ്ടായിരുന്നു? ഔട്ട് ഗോയിങ് എങ്ങനെ എടുത്തെന്ന് മനസ്സിലായോ? അഭിനവ്